ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്റ്ററിൻ്റെ ഒരു SX എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ താഴത്തെ ഏറ്റവും ബേസ് മോഡൽസും കൂടെ ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ഏറ്റവും ബേസ് മോഡലാണ് ഈ ഒരു വാഹനം. ഇത് അതിന് തൊട്ട് മുകളിൽ വരുന്ന സെക്കൻഡ് ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പ്രൈസ് അതേപോലെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വേരിയൻറ്റിനകത്ത് പറയുന്നത്. നല്ലതായിട്ട് വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂസ് കാണും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എക്സ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് പ്രൈസ് തന്നെ പറയാം. എക്സ്റ്ററിൻ്റെ ഏറ്റവും ബേസ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 7,35,000 രൂപയാണ്. എന്നാൽ അതിൻ്റെ സെക്കൻഡ് ബേസ് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8,95,000 രൂപയാണ്. ഡിഫറൻസ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ തന്നെ നോക്കാം. ബേസ് മോഡലിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഗ്രില്ലിനകത്തോട്ട് നോക്കാം. ഈ ഗ്രില്ലുകൾ ഒരു മാറ്റ് ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് സെക്കൻഡ് ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് വരുന്നുണ്ട്. പിന്നെ പറയേണ്ടത് രണ്ട് വേരിയൻറ്റിനകത്തും ഈ ഹെഡ് ലാമ്പുകൾ കൊടുത്തിരിക്കുന്നത് പ്രൊജക്ടറോ കാര്യമൊന്നുമില്ല, നോർമൽ ഹെഡ് ലാമ്പുകളാണ്. ഹാലജൻ ആയിട്ടാണ് രണ്ട് വേരിയൻസിനകത്തും കൊടുത്തിരിക്കുന്നത്. ബാക്കി ബാഡ്ജിങ് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം സെയിം ആണ്. പിന്നെ പറയേണ്ട ഡിഫറൻസ് എന്ന് പറയുന്നത് DRL സെക്കൻഡ് ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ DRLs നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് DRLs അവൈലബിൾ അല്ല. അതിന് പകരം ഒരു റിഫ്ലക്ടറാണ്, ആ H ഷേപ്പിലുള്ള ഒരു റിഫ്ലക്ടർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, രണ്ട് വാഹനങ്ങൾക്കകത്ത് ഫെൻഡറിനകത്താണ് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിരിക്കുന്നത്. മിറേഴ്സിലേക്ക് ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. ഇതിൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് മിറേഴ്സിലേക്ക് ഇൻഡിക്കേറ്റർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷനിൽ നിന്ന് ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മിറേഴ്സ് ബോഡി കളേർഡ് ആയിട്ടല്ല ബേസ് മോഡലിനകത്ത് വരുന്നത്. എന്നാൽ അടുത്ത വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ അത് ബോഡി കളേർഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഹാൻഡിൽസും ബോഡി കളേർഡ് അല്ല ബേസ് മോഡലിനകത്ത്. മറ്റേ മോഡലിലേക്ക് പോകുമ്പോൾ നമുക്ക് ബോഡി കളേർഡ് ആയിട്ട് കിട്ടും. പിന്നെ പറയേണ്ട കാര്യം, പുറകിലേക്ക് വരുമ്പം ഈ ഒരു പില്ലറിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു ബ്ലാക്ക് ഏരിയ മാറ്റ് ഫിനിഷ് ആയിട്ടാണ് ബേസ് മോഡലിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സെക്കൻഡ് ബേസ് മോഡലിലേക്ക് പോകുമ്പോൾ അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അതാണ് നമുക്ക് മെയിനായിട്ട് ഡിഫറൻസ് എന്ന് പറയാനുള്ളത്. പിന്നെ ടയേഴ്സ് നോക്കുവാണെങ്കിൽ രണ്ട് വാഹനങ്ങൾക്കകത്തും 14 ഇഞ്ച് ടയേഴ്സ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേസ് മോഡലിനകത്ത് നമുക്ക് വീൽ കപ്പോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. സെക്കൻഡ് ബേസ് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ വീൽ കപ്പ് കിട്ടും. ഇതിൻ്റെ അടുത്ത വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്റ്റൈൽ വീൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അലോയ്സ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള 15 ഇഞ്ച് ടയേഴ്സ് അടുത്ത വേരിയൻസ് തൊട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് സൈഡ് പോർഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ വലിയ കാര്യങ്ങളുടെ ചേഞ്ചസ് ഒന്നുമില്ല, ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം സെക്കൻഡ് ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആൻറ്റിന കിട്ടുന്നുണ്ട്. എന്നാൽ ബേസ് മോഡലിനകത്ത് ആൻറ്റിന അവൈലബിൾ അല്ല, കാരണം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൻറ്റിന നൽകിയിട്ടില്ല. പിന്നെ ബൂട്ട് സ്പേസിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ പാർസൽ ട്രേ കാര്യങ്ങളോ ഒന്നും ബേസ് മോഡലിനകത്ത് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ സെക്കൻഡ് ബേസ് വേരിയൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പാർസൽ ട്രേ ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതാണ് ഒരു ഡിഫറൻസ് പറയാനുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്ക് സൈഡിൽ സെയിം ആണ്. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറിനകത്തേക്ക് നമുക്ക് കയറാം. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെ കീ ഒന്ന് കാണിച്ചത്. ഇതാണ് രണ്ട് വാഹനങ്ങളിലെയും കീ വരുന്നത്. സെയിം കീ ആണ് നൽകിയിരിക്കുന്നത്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു കീ വരുന്നത് നോർമൽ കീ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വണ്ടിക്കകത്തേക്ക് ഇരുന്നിട്ട് ഞാൻ ആദ്യം നിങ്ങളെ ഡോർ പാഡ് കാണിച്ചു തരാം. ഇതാണ് സെക്കൻഡ് ബേസ് വേരിയൻറ്റിൻ്റെ ഡോർ പാഡ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ബേസ് വേരിയൻറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് 2 ഡോർ പവർ വിൻഡോ മാത്രമായിരിക്കും അവൈലബിൾ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോബാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സ്പീക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും ആ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് നോക്കാം. ഇപ്പം ഞാനിരിക്കുന്നത് സെക്കൻഡ് ബേസ് വേരിയൻറ്റിനകത്താണ്, ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റിയറിംഗ് വീല് സെക്കൻഡ് ബേസ് വേരിയൻറ്റിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബേസ് വേരിയൻറ്റിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ രണ്ട് വാഹനങ്ങളിനകത്തും ഫുള്ളി ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പിശുക്കോ കാര്യങ്ങളോ ഒന്നും കമ്പനി കാണിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് സെക്കൻഡ് ബേസ് വേരിയൻറ്റിനകത്ത് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ബേസ് മോഡലിനകത്തേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാം ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും കിട്ടുക. അതുപോലെ ഈ പോർഷനിലെല്ലാം ചെറിയൊരു മാറ്റ് ഫിനിഷിലായിരിക്കും കിട്ടുക. ഇതിലേക്ക് വരുമ്പോൾ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ AC-യുടെ കൺട്രോൾസ് എല്ലാം മാനുവലി തന്നെ കൺട്രോൾ ചെയ്യണം രണ്ട് വാഹനങ്ങൾക്കകത്തും. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ ചാർജിങ് സോക്കറ്റിനകത്ത് ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് മാത്രമേ ബേസ് മോഡലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു വാഹനത്തിനകത്ത് ടൈപ്പ് സിയും USB ചാർജിങ് സോക്കറ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ട് വാഹനങ്ങളുടെ സെയിം ആണ്. ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഈ ഒരു പോർഷനൊക്കെ ആണെങ്കിലും ഇതെല്ലാം സെയിം ആണ്. ഇതിനകത്തൊന്നും വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു AC-യുടെ വെൻറ്റിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ പോലും ബേസ് മോഡലിനകത്ത് അതെല്ലാം മാറ്റ് ഫിനിഷ്
ഫിനിഷ് ആയിരിക്കും. പക്ഷേ ഈ വാഹനത്തിന് അത് സെക്കൻഡ് ബേസ് വേരിയന്റിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. പിന്നെ റിയർ AC വെന്റുകൾ ഇവിടെ നമുക്ക് ബാക്കിലേക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡ് ബേസ് വേരിയന്റ് തൊട്ട് അത്യാവശ്യം പ്രൈസ്, ഈ ഒരു പ്രൈസിനകത്ത് നല്ലൊരു ഓപ്ഷനാണ് സെക്കൻഡ് ബേസ് വേരിയന്റിനകത്ത് ഈ ഒരു റിയർ AC വെന്റ് കിട്ടുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ബേസ് മോഡലിനകത്തും കൊടുത്തിട്ടില്ല. സെക്കൻഡ് ബേസ് വേരിയന്റിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെയായിട്ട് മിറേഴ്സ് 2 വാഹനത്തിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ചേഞ്ചസ് എന്ന് പറയാനായിട്ട് ലൈറ്റ്സ് ഈ ഒരു ഭാഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെ അടുത്ത വേരിയന്റിനകത്ത് ഈ ഒരു ഭാഗത്ത് ലൈറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ബാക്കിലേക്കുള്ള മിറേഴ്സ് നമ്മൾ മാനുവലി തന്നെ കൺട്രോൾ ചെയ്യണം. പിന്നെ പറയേണ്ട കാര്യം, 2 വാഹനങ്ങൾക്കകത്തും സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതേപോലെ സീറ്റിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും 2 വാഹനങ്ങൾക്കകത്തും വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ സീറ്റിനകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സീറ്റുകളൊന്നും വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു 2 മോഡൽസും ഇതിൻ്റെ മേലത്തെ മോഡലും എല്ലാം സെയിം സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ റിയർ AC വെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സീറ്റുകളും കംഫർട്ടബിൾ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെയാണ് 2 വാഹനങ്ങൾക്കകത്തും ചേഞ്ചസ് എന്ന് പറയാൻ. പിന്നെ പറയാൻ വിട്ടുപോയത് കാര്യം, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ബേസ് മോഡലിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. സെക്കൻഡ് ബേസ് മോഡൽ തൊട്ടാണ് ആ ഒരു സ്വിച്ച് നമുക്ക് കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സെക്കൻഡ് ബേസ് മോഡൽ നോക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 4 അലോയ് വീൽസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബേസ് മോഡലാകുമ്പോൾ ഫീച്ചേഴ്സൊക്കെ വളരെ കുറവായിരിക്കും. ആ ഒരു കാര്യത്തിനകത്ത് ഇത് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ ലോണ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനത്തിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.